നമസ്കാരം. കൽക്കി എന്ന് പറയണ ഈ സിനിമ ഞാൻ കണ്ടു. മോനെ, വേറെ ലെവലാണ് ഈ സിനിമ. ഏറ്റവും ബാഹുബലി എന്നല്ല, ബാഹുബലിൻ്റെ ഒരു അപ്പാപ്പൻ്റെ ലെവലിൽ ഈ സിനിമ എത്തും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണിത്. അങ്ങനെ ഈ പടമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുന്ന സമയത്താണ് കുറേ എണ്ണതിനെ നെഗറ്റീവ് അടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പൈസ പോയി, ഇതിൽ കഥല്ല, അങ്ങനെ പറയണ കുറേ എണ്ണം ഞാൻ കണ്ടു. ഈ സിനിമേനെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഈ മഹാഭാരതത്തിൻ്റെ ഒരു ബേസിക് നോളേജ് പോലും ഇല്ലാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ പറയണത് ഇവർക്ക് ഇതിൽ കഥല്ല, ഇതെന്തത് ദൈവത്തിനെ കുത്തിക്കയറ്റിനാണെന്നൊക്കെ പറയണത്. ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ മഹാഭാരതം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം പോയി കാണുക, അല്ലാണ്ട് വെറുതെ പോയി കണ്ടിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് മഹാഭാരതത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ യൂട്യൂബിൽ തന്നെ വൃത്തിയും വെടുപ്പമായിട്ട് കുറേ പേര് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ രീതിയിൽ കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ പറയണത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ഇല്ലയെന്ന്. നെഗറ്റീവുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു വന്നാൽ നിങ്ങൾക്ക് കുറേ മൂവീസിൽ നിന്ന് കോപ്പി അടിച്ച ഫീലിങ്സ് ഉണ്ടാവും. ഇപ്പോൾ മാർവലിൽ നിന്നുണ്ടാവും, വക്കാണ്ട ഫോറെവറിൽ നിന്നുണ്ടാവും, അങ്ങനെ കുറേ ഇഷ്ടംപോലെ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുണ്ട്. കോപ്പി ഓക്കെ, ഇൻസ്പിറേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഈ മഹാഭാരതം എന്ന് പറയണ ഈ പുരാണം അറിയോ, അപ്പം നിങ്ങൾക്ക് ഈ കഥ ദഹിക്കും, അല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ദഹിക്കില്ല. ഇനി സിനിമേനെ കുറിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലാഗായിരിക്കും. ഫുള്ള് എന്ന് പറഞ്ഞാൽ പ്രഭാസും കാറും എപ്പോൾ വരുന്നോ അപ്പോഴൊക്കെ ലാഗായിരിക്കും. പിന്നെ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയണ പോലെ ഒരു കാമുകയും. ഫസ്റ്റ് ഹാഫിൻ്റെ ഫുള്ള് ക്ഷീണം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫാണ് നിങ്ങൾക്ക് എന്താണ് ഈ കഥ, ഈ സിനിമ ഏത് റൂട്ടിലേക്കാണ് പോണതെന്ന് മനസ്സിലാവണത്. ഈ സിനിമയുടെ ലാസ്റ്റ് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സിനിമയുടെ മാസ്റ്റർ പീസ് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റണത്. നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കരുത്, മഹാഭാരതം എന്താണെന്ന് അറിയുക. ഈ സിനിമയ്ക്ക് പോയി ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് ആ ടിക്കറ്റൊന്നും ₹1 പോലും വേസ്റ്റ് ആവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് ലേഗായി തോന്നാം, പക്ഷെ അത് പ്രഭാസ് ആ കാറും വരുമ്പോൾ മാത്രമേ ആ ലേഗ് ഉണ്ടാവുള്ളൂ. അമിതാഭ് ബച്ചനൊക്കെ തകർത്ത് പൊരിച്ചടിക്കണു. നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, നിങ്ങൾ പോയി സിനിമ കാണാൻ. ഞാനിപ്പോഴും പറയാം, നിങ്ങൾക്ക് ഈ മഹാഭാരതത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലേ, നിങ്ങൾ കിട്ടുന്ന സോഴ്സ് വഴിയൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് പോയി കാണാം. അല്ലാണ്ട് ഇതൊന്നും അറിയാണ്ട് പോയിട്ട് കഥ ഒന്നും മനസ്സിലായില്ല, എന്താ ഇത് തേങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബൈ.